കുരുമുളകിന് വില ഉയരുന്നു. ഓ, കുരുമുളകിന്റെ വില കയറുവാണല്ലോ. അതിന് നമുക്ക് കൊടുക്കാൻ കുരുമുളകില്ലല്ലോ. അത് കൊള്ളാലോ. ഇതൊക്കെ പിന്നെ നമ്മൾ അറിഞ്ഞിരിക്കണ്ടേ. സ്വർണ്ണ വില ഇടിയുന്നു. സ്വർണത്തിന് വില കുറഞ്ഞോ? അതിന് നമ്മൾ സ്വർണം മേടിക്കുന്നില്ലല്ലോ. ചുമ്മാ ഇരിയേട്ടാ. സ്വർണത്തിന് വില കുറയുമ്പല്ലേ സ്വർണം മേടിക്കാൻ പറ്റുന്നേ. ഇപ്പൊ രാവിലെ വിളിക്കുന്നേ. ഹലോ. എന്നിട്ടോ ഇപ്പൊ എങ്ങനെയുണ്ട് ചിറ്റപ്പന്? പ്ലാസ്റ്റർ ഇട്ടോ? വീട്ടിലേക്ക് പോന്നോ? വേറെ കുഴപ്പമൊന്നുമില്ലല്ലേ? ആണോ? ചിറ്റപ്പന് കാർ ആക്സിഡന്റ് ആയിരുന്നു. വേറെ കുഴപ്പമൊന്നുമില്ല. കാലിന് എല്ലിന് ചെറിയ പൊട്ടലുണ്ടെന്നാ പറഞ്ഞ്. പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട്. പിന്നെ തലയും ചെറുതായിട്ട് ഇടിച്ച് ചെറിയൊരു ഓർമ്മക്കുറവ്. ഓൾറെഡി ഓർമ്മക്കുറവിന്റെ ഒരു പ്രശ്നമുണ്ട്. നമുക്ക് അവിടെ വരെ ഒന്ന് പോണ്ടേ? ഞാൻ എന്തായാലും വരുന്നില്ല. നീ പോയി കണ്ടു. ഒന്നാതെ അങ്ങേർക്ക് എന്നെ കണ്ടുകൂടാ. പിന്നെ എന്തിനു ഞാൻ അങ്ങോട്ട് പോകുന്നത്? ചിറ്റപ്പനെ നിങ്ങൾ കണ്ടുമില്ലല്ലേ പോയിട്ട്? ലീവിന് വന്നിട്ടൊന്ന് പോയി പോലും ഇല്ല അങ്ങോട്ട് നമ്മള്. ഇനിയിപ്പൊ നിങ്ങൾക്ക് തിരിച്ചു പോകാനുമായി. അതിനു മുമ്പ് എന്തായാലും ഒന്നങ്ങോട്ട് പോണ്ടേ? പ്രായമായ മനുഷ്യനല്ലേ. ഇങ്ങനൊരു അപകടം പറ്റിയിട്ട് നമ്മൾ പോയില്ലെങ്കിൽ മോശമല്ലേ? നമുക്ക് അവിടെ വരെ ഒന്ന് പോകാന്നേ. പോയിട്ട് പെട്ടെന്ന് ഇങ്ങ് പോരാം. ചേച്ചി, ഞങ്ങളൊന്ന് ചിറ്റപ്പന്റെ അടുത്തേക്ക് പോവാണേ. ചിറ്റപ്പൻ ആക്സിഡന്റ് പറ്റിയെന്ന്. വലിയ കുഴപ്പമില്ലെന്നാ പറഞ്ഞ്. ഞങ്ങളൊന്ന് പോയി വരാം. പശുവിനെ ഞാൻ നിർത്തി കെട്ടിയിട്ടുണ്ടേ. സന്ധ്യ ആവുകയാണെ ഒന്ന് കയറ്റി കെട്ടിയേക്കണേ. ആടി. നീ ആളാകെ അങ്ങ് മാറിപ്പോയല്ലോടി. ബാംഗ്ലൂരിൽ പോയി പഠിച്ചപ്പോഴത്തേക്ക് നിന്റെ കോലം തന്നെ മാറിയല്ലോ. ഇവിടുന്ന് പോയ കൊച്ചേ അല്ലല്ലോ നീ. ഞാൻ 2 ദിവസമായി ആന്റി വന്നിട്ട്. എനിക്ക് നാളെ പോണം. നിങ്ങൾ വരുന്നില്ലേ? കേറി വാ. നീ പോ, ഞാൻ വന്നേക്കാം. ഒരു ഓട്ടോ വരുന്ന സൗണ്ടാണല്ലോ കേൾക്കുന്നത്. ആരാണാവോ? ചിറ്റപ്പാ. ഞാനാ സുധ. ഇപ്പൊ എങ്ങനെയുണ്ട്? കാലിന് ചെറിയൊരു ഫ്രാക്ചർ ഉണ്ട്. ഒന്ന് വണ്ടി തട്ടിയതാ. നിന്റെ കെട്ടിയാൻ പത്രാസുകാരൻ വന്നിട്ടില്ലേ? ഗൾഫുകാരൻ. വന്നിട്ടുണ്ട്. ചേട്ടാ, ചേട്ടാ. ഇവനേതാ? ഇവനേതാ? ചിറ്റപ്പ മനസ്സിലായില്ലേ? ഇതെന്റെ കെട്ടിയാൻ മനസ്സിലായില്ലേ? സുധാകരൻ. അതിന് നീ ഏതാ? ഇതാ ഞാൻ പറഞ്ഞ. ഇടയ്ക്ക് ഓർമ്മ പോകുന്നേ. സംസാരിച്ചോണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ പെട്ടെന്ന് ഒരു ഓർമ്മ പോകും. ഇപ്പൊ നോക്കിക്കോ, 5 മിനിറ്റ് കഴിയുമ്പോ ഒന്നും അറിയാത്ത പോലെ നോർമലായിട്ട് സംസാരിക്കും. ചെറിയ അടി കിട്ടിയതിന്റെ പ്രശ്നമെന്നാ പറഞ്ഞ്. 2 ദിവസം കഴിയുമ്പോ മാറുമെന്നാ പറഞ്ഞ്. അല്ലെങ്കിൽ തലയുടെ ഒരു സ്കാൻ ചെയ്ത് നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പ്രായമായതല്ലേ, ഓൾറെഡി ചെറിയൊരു ഓർമ്മക്കുറവിന്റെ പ്രശ്നം ഉണ്ടായിരുന്നല്ലോ. ശരിയാവുമായിരിക്കും. ചിറ്റപ്പ എന്നെ മനസ്സിലായില്ലേ സുധ? പിള്ളേരെ കൊണ്ടുവന്നില്ലേടി? ഇതാ ഞാൻ പറഞ്ഞു, ഇത്രയേ ഉള്ളൂ. ഇടയ്ക്ക് ഇങ്ങനെ ഓർമ്മ വരും പോകും. നിന്നോട് തെങ്ങിന് കളയ്ക്കാൻ പറഞ്ഞിട്ട് നീ എന്നെ ഇവിടെ വന്ന് നിൽക്കുന്നേ? ഇങ്ങേരെ ഇന്ന് ഞാൻ വയ്യാത്ത മനുഷ്യനല്ലേ. നിങ്ങളൊന്ന് ചുമ്മാ ഇരി. ഞങ്ങൾ എന്നാ ഇറങ്ങിയേക്കുവാടി. ഒരുപാട് താമസിക്കുന്നില്ല. ഇനിയിപ്പോ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് സന്ധ്യയാവും. ശരി ചേച്ചി.
അങ്ങേരുടെ ഓർമ്മക്കുറവ് തട്ടിപ്പോണെന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. അതിനയാൾക്ക് എന്നെ മാത്രം മനസ്സിലാവാത്തെ. നിങ്ങളെ മാത്രമല്ലല്ലോ എന്നെ മനസ്സിലായില്ലല്ലോ. പ്രായമായ മനുഷ്യന് അവൾ എന്ത് വിചാരിച്ചു കാണും? നിങ്ങളുടെ ഇവിടെ സംസാരം. വാ പോകാം. പോകുന്ന വഴിക്ക് ആ കടയിൽ കയറി എനിക്കൊരു പാക്കറ്റ് ചപ്പാത്തി മേടിച്ചു തരണേ. ഇനി പോയിട്ട് ഒന്നും സമയമില്ല. ഓൾറെഡി സന്ധ്യയാവും ചെല്ലുമ്പോഴത്തേക്ക്. എന്തെങ്കിലും മുട്ടക്കറി അങ്ങനെ വെക്കാം. മുട്ട ഇരിപ്പുണ്ടെന്ന് തോന്നുന്നു. ഇനി ചപ്പാത്തി കുഴച്ച് ഉരുട്ടി പരത്തി എപ്പോൾ ഉണ്ടാക്കാനാ? ഒരു പാക്കറ്റ് ചപ്പാത്തി മേടിക്കും. ചപ്പാത്തിയെ പൂരി എന്നാന്ന് വെച്ചാൽ ഉണ്ടാക്കാലോ ചെന്നിട്ട്. ഗൾഫിൽ നിന്ന് ചപ്പാത്തിയും കുബൂസും തിന്ന് മടുത്തിട്ട് ഇങ്ങോട്ട് വന്നു. ഇവിടെ വന്നപ്പോ പിന്നെയും ചപ്പാത്തിയും കുബൂസും തന്നെയാ. ആ, നിങ്ങൾ പോയിട്ട് വന്നോ? നേരത്തെ ഒരു മഴക്കോള് കണ്ടുകൊണ്ട് ഞാൻ പശുവിനെ അങ്ങ് കയറ്റി കെട്ടി. ചിറ്റപ്പൻ എങ്ങനെയുണ്ട്? ഓ, വലിയ കുഴപ്പമില്ല. ചെറിയൊരു ഫ്രാക്ചർ ഉണ്ട്. അതിന് പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട്. പിന്നെ ചെറിയ ഓർമ്മക്കുറവിന്റെ പ്രശ്നമുണ്ട്. മോള് വന്നിട്ടുണ്ട്. കാണണം എന്റെ ചേച്ചി. ഇവിടുന്ന് പോയ ആളൊന്നും അല്ല. പട്ടുപാവാട മാത്രം ഇട്ട് നടന്ന കൊച്ച ഇപ്പൊ ബാംഗ്ലൂര് പോയിട്ട് വന്നിട്ടുള്ള കോലം കാണണം. മുടിയും കളർ ചെയ്ത് കീറിയ ജീൻസ് ഇട്ട് കുഞ്ഞൊരു കുട്ടി വെനിയനുമായിട്ടിരിക്കുന്നു. കോലം കാണണം ഇപ്പം. ഞാൻ പോട്ടെ, എനിക്ക് പണിയുണ്ട്. ചപ്പാത്തി ഉണ്ടാക്കണം, മുട്ടക്കറി ഉണ്ടാക്കണം, എന്തൊക്കെ പണിയാ കിടക്കണമെന്ന് അറിയാം. ഞാൻ പോട്ടെ.
ഡിന്നർ റെഡിയായി.